നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു വീർബൽ കഥയാണ്. ആ കഥ ഇങ്ങനെയാണ്. ആഗ്രയിലെ കോടതിയിൽ ഒരു പരാതിയെത്തി. തൻ്റെ സ്വർണ്ണമാല അയൽവാസി മോഷ്ടിച്ചു എന്നാരോപിച്ച് ഒരാൾ കോടതിയിലെത്തുകയായിരുന്നു. മാലയെടുത്തത് അയൽവാസി തന്നെയാണെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ തനിക്ക് മാലയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ഈ അയൽവാസി കൈമലർത്തി. താനൊരു നിഷ്കളങ്കനാണെന്ന് അയാളുടെ മുഖഭാവം വ്യക്തമാക്കുന്നതായി വിധികർത്താവിന് തോന്നി. പക്ഷേ തെളിവില്ലാതെ ഒന്നും പറയാനാവില്ലല്ലോ. ഒടുവിൽ കുറ്റം തെളിയിക്കാൻ വാദി തന്നെ ഒരു മാർഗം കണ്ടെത്തി. വാദിയായയാൾ പറഞ്ഞു, അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങയ്ക്ക് എളുപ്പം തെളിയിക്കാനാവും. അങ്ങ് പഴുപ്പിച്ച ഒരു ഇരുമ്പ് ദണ്ട് അയാളുടെ കയ്യിൽ കൊടുക്കുക. അയാൾ നിരപരാധിയാണെങ്കിൽ ആ കൈ പൊള്ളില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേറൊന്നും ആവശ്യമില്ലല്ലോ. അത് കൊള്ളാമെന്ന് വിധികർത്താവിനും തോന്നി. പരീക്ഷണം നടത്താൻ അദ്ദേഹം തയ്യാറായപ്പോൾ തനിക്ക് ഒരു ദിവസത്തെ സമയം വേണമെന്നും മാല വീട്ടിലെങ്ങാനുമുണ്ടോ എന്ന് തിരയാനാണെന്നതും അയൽവാസി അഭ്യർത്ഥിച്ചു. വിധികർത്താവ് അനുവദിച്ചു. എന്നാൽ അയൽവാസി നേരെ പോയത് ബീർബലിൻ്റെ സഹായം തേടാനാണ്. ബീർബൽ അയാൾക്കൊരു തന്ത്രം പറഞ്ഞു കൊടുത്തു. പിറ്റേന്ന് കോടതി കൂടിയപ്പോൾ അയൽവാസി പറഞ്ഞു, പ്രഭോ, ഇന്നലെ പറഞ്ഞ സത്യാന്വേഷണ പരീക്ഷണത്തിന് ഞാൻ തയ്യാറാണ്. എന്നാൽ ആദ്യം വാദിയെ ആ പരീക്ഷണത്തിന് വിധേയനാക്കണം. അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് സത്യമെന്നതിനാൽ ആ കൈ പൊള്ളില്ലല്ലോ. അതിനുശേഷം ഞാൻ ദണ്ട് കയ്യിൽ വെക്കാം. ഇത് കേട്ടപ്പോൾ പരാതിക്കാരനായ വാദി ഞെട്ടിപ്പോയി. അയൽവാസിക്ക് ബുദ്ധി ഉപദേശിച്ചത് ബീർബലാണെന്ന് അയാൾക്ക് മനസ്സിലായി. മാലമോഷണം താൻ കൽപ്പിച്ചുണ്ടാക്കിയ ഒരു നുണക്കഥയാണെന്ന് കോടതിക്ക് മുമ്പിൽ അയാൾ ഏറ്റുപറഞ്ഞ് തടി തപ്പുകയും ചെയ്തു. ഇത് ബീർബലിൻ്റെ ബുദ്ധിസാമർഥ്യം വെളിവാക്കുന്ന ഒരു കഥയാണ്. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.